ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാന രസമാണ് ശൃംഗാരം. അഭിനയിച്ച് ഫലിപ്പിക്കാൻ പാടുള്ള ഒരു സംഭവമാണിത്. റൊമാൻസ്. പക്ഷേ ഞാൻ റൊമാൻസ് അഭിനയിക്കാൻ പഠിപ്പിക്കാം. അതായത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഭർത്താവ് നേരെ ജോലിക്കായി ഗൾഫിലേക്ക് പോവുകയാണ്. അവൻ എന്തിനാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോയത്? ഒരാഴ്ച പോലും ലീവ് കിട്ടാത്തവൻ കല്യാണം കഴിക്കരുത്. എന്നിട്ട് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോ ആര് കാണൂന്നാ പറയുന്നത്? 10 വർഷം കഴിഞ്ഞ് ഭാര്യ കണ്ണിൽ എണ്ണ ഒഴിച്ച് വീട്ടിൽ കാത്തിരിക്കുന്നു. റയർ കേസാണ് കേട്ടോ. എന്റെ സർവീസിൽ ഇങ്ങനെ കേസ് ഞാൻ കേട്ടിട്ടില്ല. ചേട്ടാ ഇത് കഥയാണ്. കഥയിലങ്ങനെ പറയാൻ പാടില്ല. 10 വർഷത്തിന് ശേഷം കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം, ആ റൊമാൻസ്. മനസ്സിലോ? റൊമാൻസ് ചെയ്യുമ്പോ ഒരു ഭർത്താവായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ എനിക്കത് നന്നായിട്ട് ഓപ്പോസിറ്റ് ഭർത്താവ് നിൽക്കുമല്ലേ? അയ്യോ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് റൊമാൻസ് ശരിയാവത്തില്ല. എന്റെ മീശ കാരണം ഞാൻ റൊമാൻസ് ചെയ്ത ആൾക്കാർ മാഷറിയോ? ഈ മീശ കാരണം എനിക്കൊരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഒരു ഉമ്മ പോലും ഉമ്മ കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോ ഇവർക്ക് തുമ്മലാണ്. ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം. അതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഈ റൊമാൻസ് എന്നൊരു സാധനം വരത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര റൊമാൻസാ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അഭിനയത്തിൽ നല്ലൊരു ഭാവിയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഭർത്താവായിട്ട് തൂണ് പോലെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടില്ലേ? നിങ്ങൾ ഒന്ന് അഭിനയിക്കാൻ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ്. ഞാൻ അഭിനയിച്ചാൽ അത് ശരിയാത്തില്ല. ഞാൻ മാസല്ലേ സ്റ്റേഷനിലെ പ്രദീപിനെ വിളിക്കാം. കൈവിട്ട് പോകണം. പ്രദീപ് അവിടെ നിന്ന് വരുമ്പോൾ മണിക്കൂറുകൾ എടുക്കും. അതിനു മുമ്പ് എനിക്ക് ഉഷയെ റെഡിയാക്കി എടുക്കണം. നടിയാക്കി എടുക്കണം. അത് വേണം. നടിയാക്കി എടുക്കണം. സർക്കാരം ഞാൻ ഇതായിട്ട് ചെയ്യാം. അറിയാലോ ഉഷേ, 10 വർഷത്തിന് ശേഷം കാണുവാണ്. ആ 10 വർഷത്തെ റൊമാൻസ് വാരി വിതരണം. ഞാനാണെ പിടിവിട്ട് വരുവാ. പിടിവിട്ട് വരുവാന്നോ? എയർപോർട്ടിൽ നിന്ന് വണ്ടി പിടിവിട്ട് വരുവാ. കുഴപ്പമില്ല. ഹലോ മിഷ, ഒരു ആക്ഷൻ പറയാമോ? ആക്ഷൻ. ഉഷേ, 10 വർഷത്തിന് ശേഷം. അതെ ചേട്ടാ. എത്ര നാളായി നമ്മൾ. സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു അതിക്രമം ഞാൻ വെച്ച് ഉറപ്പിക്കത്തില്ല. അന്യ സ്ത്രീകളുടെ ദേഹത്ത് തൊട്ടവന്റെ വെട്ടേണ്ടത് വിരലല്ല. പറയാൻ നിങ്ങൾ റൊമാൻസ് ചെയ്യൂ പ്ലീസ്. എന്താണിത്? അവളെ പഠിപ്പിക്കൂ. ഓളൂടെ പറഞ്ഞതേ ഈ വെട്ടേണ്ടത് വിരലല്ല, വേറെ എന്തോന്ന് പറഞ്ഞില്ല. അത് ഉള്ളതാണ്. വെട്ടുമല്ല, വെട്ടി നുറുക്കി ഞാൻ വരല്ല സ്ത്രീകളുടെ ദേഹത്ത് തൊട്ടാൽ. എന്താ പിന്നെ റൊമാൻസ് വേണ്ട? റൊമാൻസ് പഠിപ്പിക്കണം. ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു പരിപാടി നടക്കത്തില്ല. മീശനെ പായിക്കണം. എന്നാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്നത്തിന് ഇപ്പൊ ട്വിസ്റ്റ്? എനിക്കൊന്ന് സൂഹിക്കാൻ. കഥ സീനിനൊരു സുഖം വരാൻ വേണ്ടിട്ട്. സീനിന്റെ സുഖമാണെങ്കിൽ എന്ത് വെള്ളം ട്വിസ്റ്റ്? ഈ സീനിൽ സാറുണ്ട്. ഞാനാ? എനിക്ക് റൊമാൻസ് ചേരില്ല. ഞാൻ പറഞ്ഞല്ലോ മീശ. ഞാൻ പറഞ്ഞു റൊമാൻസ് ചെയ്യണമെന്ന്. സാറ് പോലീസ് എസ് ഐ ആയിട്ട്. പോലീസ് എസ് ഐ ആണെങ്കിൽ ഞാൻ തകർക്കും. ഞാൻ അതായത് ഈ സമയത്ത് ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കാൻ വേണ്ടി സാറ് ട്രെയിനിൽ കയറി ബോംബെയിലേക്ക് പോകും. അയ്യോ എന്റെ പൊണ്ണു സുഹൃത്ത്, എന്നെ ബോംബെയിലേക്ക് വിടല്ലേ. എനിക്ക് തമിഴ് അറിയാൻ പാടില്ല, ഹിന്ദി നഹിമാലു. അയ്യോ ഇതെന്നൊക്കെ പറയണം. മേലിൽ നിന്നുള്ള ഉത്തരവാണ്. മേലിൽ നിന്നുള്ള ഉത്തരവാണ്. ഞാൻ പോയിരിക്കും സാർ. എന്നാ പെട്ടെന്ന് പോകൂ. ട്രെയിനിൽ കയറി പോകൂ. എന്റെ പൊന്നു പക്ഷേ ക്യാരക്ടറിൽ നിൽക്കുമ്പോ ചേട്ടാന്ന് വിളിക്കാവോ? റെയിൽവേ ടൈം കഴിയും ഓടിപ്പോ. ഓക്കെ. പക്ഷേ 10 വർഷത്തെ റൊമാൻസ് വാരി വിതരണം കേട്ടോ.